ഇതിൻ്റെ ഒരു സിനിമയുടെ ടീച്ചർ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാപ്പാപ്പയാ ബാപ്പാപ്പ ബഫപ്പ ബാപ്പാപ്പ സത്യം പറഞ്ഞ ഈ ലോകത്തെ എല്ലാവരും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. ഏടോ തനിക്കറിയാമല്ലോ ആരാ വരാൻ പോകുന്നതെന്ന്. മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സാരം. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാകും. വന്നിരിക്കുന്നത് അവൻ്റെയൊക്കെ തന്തയാണ്. ദിലീപ് ഇപ്പോഴും ജനപ്രിയ നായകൻ തന്നെയല്ലേ. പിന്നെ പുള്ളിയുടെ ഒരു കാലം കഴിഞ്ഞപ്പോഴത്തേന് ആ കേസൊക്കെ ആയിട്ട് ഇങ്ങനെ താന്നു പോയത്. പക്ഷേ ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ സിനിമകളൊക്കെ എടുക്കണമെങ്കിലുണ്ടല്ലോ. മലയാളത്തിൽ ഇത്ര റിപ്പീറ്റ് വാല്യൂ സിനിമയുള്ളൊരു മനുഷ്യന് എന്തെടുത്താലും എന്തെങ്കിലുമാണ്. മലയാളത്തിൽ റിപ്പീറ്റ് വാല്യൂ പുള്ളിക്കാണ്. പിന്നെ ശ്രീനിവാസൻ ഇവന്റെ ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ്. സംഭവം എൻ്റർടൈനർ പടമാണ് കേട്ടോ. കഥയും കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിലൊരു കളർഫുൾ എൻ്റർടൈനർ എടുക്കാനുള്ള പരിപാടിയാണ്. ദിലീപിന് നല്ല നമ്മളെ ഈ അടുത്തിറക്കി ഇറങ്ങിയ ആ പവി കെയർ ടേക്കറും പിന്നെ ഇപ്പോൾ ലാസ്റ്റത്തുള്ള പെൻസിലൊക്കെ നല്ല പ്രായം ഇതിനകത്ത് തോന്നിയിരിക്കുന്നു. നല്ല നല്ല I will take you to the miraculous universe of the most wanted person you are searching for. ഇതാണ് ഇങ്ങനത്തെ പടങ്ങളാണ് ദിലീപിന് വേണ്ട. അല്ലാതെ എന്താണ് ദിലീപായിരിക്കാം. വേറൊരാളെ വന്നിട്ട് അല്ലെങ്കിൽ വലിയ വേറെ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാൻ ദിലീപായിരിക്കണം. അത് നടക്കുന്നത്. എന്തായാലും നല്ലൊരു പടമായിരിക്കും. സൂപ്പർ ഇതൊക്കെ കൊള്ളായിരുന്നല്ലോ. നല്ല അടിപൊളി സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ടീച്ചറൊക്കെ പോയിരിക്കും.